സൽമത്താണോ? ആ സൽമത്തെ എന്തേ ലൈസൻസ് കിട്ടിയേ? എടീ എനിക്കൊന്ന് അന്ന് എൻ്റെ ഒപ്പം പോന്നാ മതി, എനിക്കും കിട്ടിയ ലൈസൻസ്. നീ ഈ പെരീന്ന് പുറത്തിറങ്ങാൻ നിൽക്കണ്ട. ഇത് വെച്ചളാ ഉണ്ടാറെടുക്കാനും ഇവിടെ പുറത്തിറങ്ങാൻ നിൽക്കൂല. ഇക്ക ഇക്ക സൽമത്തിന് ലൈസൻസ് കിട്ടി. ഞാൻ കൂടെ അപ്പളേ പറഞ്ഞ ഇനി പറഞ്ഞേച്ചാളേത്. അങ്ങനെയാണ് ഇപ്പൊ എനിക്കും കിട്ടിയതാണ് ഇപ്പൊ ലൈസൻസ്. ലൈസൻസ് ഇപ്പൊ ലൈസൻസും കൂടി മാണ്ടിയുള്ളൂ. അതും കൂടി കിട്ടിയാ പിന്നെ നെളിപ്പ് പറയും മാണ്ടിയൊന്നുമില്ല. ഇവിടെ പെരയിൽ നിൽക്കുക ചെയ്യ പെണ്ണുങ്ങളൊക്കെ, അല്ലാതെ വണ്ടിയും കൊണ്ട് കണ്ട കുണ്ടന്മാരെ കാണാൻ വേണ്ടി മണ്ടിയല്ല. നിങ്ങൾ എന്താ ഇമ്മ ഈ പറഞ്ഞത്? ഞാൻ ഏത് കുണ്ടന്മാരെ കാണാൻ പോകുന്ന നിങ്ങൾ പറഞ്ഞത്? ഞാൻ എന്റെ ചങ്ങാഴ്ചക്ക് ലൈസൻസ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ലൈസൻസ് എടുക്കാൻ പോകുന്നതൊക്കെ കുണ്ടന്മാരെ കാണാൻ പോവല്ലേ? അതൊക്കെ പഞ്ചന്മാരാണ്, അതൊക്കെ ഒന്ന് മാറ്റണം. ഓ തുടങ്ങിയോ? എന്താ ഇവിടെ കച്ചറ? എന്താ ഇവിടെ ഓരോ നേരായാലും ഇവിടെ ഒച്ചയും വിളിയാണ് നടക്കണു. എന്താ പ്രശ്നം? പ്രശ്നം എന്താ വെച്ചാൽ അവളെ ചെങ്ങായിക്ക് ലൈസൻസ് കിട്ടിയെന്ന്, പോക്ക് ലൈസൻസ് വേണമെന്ന്. നല്ല കാര്യമല്ല. ഇജ്ജാണ് പോയി കഴിഞ്ഞവിടെ സാധനങ്ങൾ കൊണ്ടുവരാൻ ഒരാൾ വേണ്ടേ? ഏണ്ട് പോയി പഠിച്ചോട്ടെ. നിങ്ങൾ എന്താ അർത്ഥം പറഞ്ഞേ? എടാ എന്തെങ്കിലുമൊക്കെ വല്ല സാധനമോ മരുന്നോ ഉമ്മക്ക് സാധനം വാങ്ങാനോ എല്ലാത്തിനും ആവശ്യമില്ലല്ലേ? നിങ്ങൾ ഇവിടെ ഇല്ല തന്തേ. എനിക്ക് പല പണിയില്ലല്ലേ? സാധനം വാങ്ങ ഓളെ പറഞ്ഞ അങ്ങാടിക്ക് ഓളെ ഈ റോട്ടിൽ പോയിട്ട് സാധനം വാങ്ങണീന് എന്താ കുഴപ്പം? അതൊന്നും ശരിയാവൂല. ഓൾ ഇവിടെ നോട്ടെ. നിങ്ങൾ ആവശ്യം നിങ്ങളാണ് എല്ലാം മുരിതുണ്ടാക്കണേ. എവിടേക്ക് പറഞ്ഞയക്കണമെന്നാ പറയുന്നത്? ഈ പെണ്ണുങ്ങളൊക്കെ ഈ ലൈസൻസും ബാക്കും വണ്ടിയും കൊണ്ട് നടക്കല. എടി അനക്ക് വല്ല മരുന്ന് എന്തെങ്കിലും വാങ്ങണേ ഓൾക്ക് ലൈസൻസ് ഉണ്ടെ പോയി വാങ്ങിട്ട് വരില്ലേ? അതിനല്ല മനസ്സങ്ങള്. ഞാനോ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ പിന്നെ ആരാം പിന്നെ നോക്കാണ്ടാകുക? അപ്പൊ ഓള് ലൈസൻസ് എടുത്തോട്ടെ. ഈ പേരയിൽ കൊറേ പണികളുണ്ട്, അതിനൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളെ പറ്റുള്ളൂ. ആ ഇതെന്താ പറയണേടാ? ഞാൻ എന്ത് പറയാന്? എല്ലാത്തിനും കൂട്ടുകാർ അന്തണ്ടല്ലോ. പറഞ്ഞേച്ചാള് ഇന്നെ കിട്ടൂട്ടോ. ഉണ്ടാക്കാൻ നിങ്ങളുടെ കാര്യം പറയാം. ഈ കൊണ്ടുവരാൻ കൊണ്ടാ എന്നെ കിട്ടൂല. നിങ്ങൾ കൊണ്ടാക്കിയ കൊണ്ടുവരെ എന്തെങ്കിലും ചെയ്തുകൂടി. സ്കൂളിൽ പോവാ ലൈസൻസ് കിട്ടിയേ എന്തെങ്കിലും ആവട്ടെ. എത്താ കാട്ടിക്കോളി, ഒത്തും പറയാ. അതെന്നാ നല്ലേടി. അല്ല ഈ എവിടുത്തെ ലൈസൻസ് എടുത്തേ? ഞാൻ നമ്മളെ ക്ലിയാമുട്ടിന്റെ അടുത്തേ. അതെ, എനിക്ക് ബൈക്കിന്റെ ലൈസൻസിലുള്ളല്ലോ, കാറിന്റെ എടുക്കണം. ആ ഞാന് പണ്ട് കൊണ്ടുവന്നെ ലൈസൻസ് എടുത്തേ. ഞാനേ എന്റെ മകല്ലേ സായിദ്, ഓന്റെ പെണ്ണുങ്ങൾക്ക് ലൈസൻസ് എടുക്കണം എന്ന് എഴുതിയിട്ട്. അതെ, ആ എന്നാ ആയിക്കോട്ടെ കേട്ടോ. ആ ആയിക്കോട്ടെ. ശരിന്നാ. എന്റെ അമ്മായിമാക്കും എന്റെ മാപ്പിള സായിദിനുണ്ടല്ലോ, ഓർക്ക് ഇത് ഇഷ്ടമില്ലാത്ത കേസാ. പിന്നെ ഇജ്ജ് ചെറുപ്പക്കാരത്തിയാണ്, എന്തെങ്കിലുമൊക്കെ പഠിച്ചോട്ടെ നിന്ന് കൊണ്ടുവരിക. ഹലോ, അസ്സലാമലൈക്കും ആമിട്ടിയെ. ആ വലൈക്കും അസ്സലാം. പിന്നെ ക്ലിമാമിട്ടിയ, പിന്നെ എന്താ വെച്ചാലേ പെട്ടെന്ന് ഒറ്റ ഇതിൽ തന്നെ പാസ്സായി കൊടുക്കണം കേട്ടോ. അല്ല റീനെ, നീ ഇന്നലെ കയറിട്ടത് അങ്ങനെ ആയിരുന്നോ? അങ്ങനെയാണോ നമ്മളെ മാഷ് പഠിപ്പിച്ചത്? അല്ല അത് ശരിയല്ലേ, പടച്ചമ്പരാനെയൊക്കെ വിളിച്ച് നീ നല്ലതുപോലെ ഗിയറിടണേ എന്നുള്ളത് വെച്ചിട്ട്. ഞാൻ ഗീറിടലും എട്ടിടലും തുടങ്ങിയിട്ട് ഒരു മാസമായി. ഇത് ഇന്നെ പഠിപ്പിച്ചാൽ നിൽക്കാം. പുതിയൊരു കുട്ടി വരുന്നുണ്ടല്ലോ. എല്ലാവരും റെഡി അല്ലേ? എൻ്റെ പേര് മുഹമ്മദ് കുട്ടി. അറിയാലോ, എല്ലാവർക്കും അറിയാലോ, പുതിയ ആൾക്കാർക്ക് അറിയില്ലേ? ഇന്നലെ ക്ലാസ്സിൽ വന്നപ്പോൾ ചില കുട്ടികൾ ബ്രേക്കും ക്ലച്ച് മാറുന്നതായിട്ട് കണ്ടു. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചവിട്ടപ്പോൾ തന്നെ ആയിരിക്കണം ബ്രേക്ക് വിടേണ്ടത്. വിട്ടതിന് ശേഷമായിരിക്കണം നമ്മൾ ഫസ്റ്റിലിട്ടിട്ട് വണ്ടി ഒന്ന് വേഗം കയറിയിരിക്കും. ക്ലാസ് തുടങ്ങിയില്ലേ? ഇന്നലെ പറഞ്ഞ സമയം വൈകരുതെന്ന്. എന്റെ ക്ലാസ്സിൽ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എല്ലാവരും. മനസ്സിലായല്ലോ? താങ്കൾ ഒരു വണ്ടിയിൽ കയറി ഇരുന്ന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വേഗം പറയൂ. അറിയില്ല സാർ. അറിയില്ലെന്നോ? ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഞാൻ സാറേ മുണ്ടല്ലേ എടുക്കാറുള്ളൂ, ബെൽറ്റ് ഇടാൻ. മുണ്ടിന്റെ ബെൽറ്റും പാന്റിന്റെ ബെൽറ്റും അല്ല, സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ആദ്യം എല്ലാവരും മനസ്സിലാക്കിക്കോ.
എന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ചിരിക്കാൻ പാടില്ല. എന്തിനാ ചിരിക്കുന്നത്? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ചിരിക്കരുത്. എന്റെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്നോ? ഹലോ, ഇതെന്താണ് സംഭവിക്കുന്നത്? എന്റെ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാനാണോ വന്നിരിക്കുന്നത്? ഇങ്ങനെ ഉറങ്ങുവാണെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ കിടന്ന് ഉറങ്ങി ചാവത്തില്ലേ? വരൂ, ചിഹ്നങ്ങളെ കുറിച്ച് പഠിക്കാം, അടയാളങ്ങളെ കുറിച്ച് പഠിക്കാം. വരൂ, ഇത് കണ്ടോ? ഇതെന്താണെന്ന് പറയൂ, റീന പറയൂ, ഇതെന്താ? വേഗം പറയൂ. അതുകൂടെ 5 ഉറുപ്പിക അഡ്വാൻസ് കൊടുക്കാനുള്ളതല്ലേ, അത് ഞാൻ എന്നെ കൊടുത്തോളൂ. ഇത് വേഗതക്ക് നിയന്ത്രണം വേണമെന്നല്ലേ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? താനൊന്ന് ഒരു മാസമല്ല, ഒരു കൊല്ലം ഇരുന്നാലും ലൈസൻസ് കിട്ടുമല്ലോ. പുതിയ കുട്ടിയോട് ഞാൻ കാണിക്കാം. റസിയ, ഇതെന്താണെന്ന് പറയൂ. സൈക്കിള്. ഇവിടെ സൈക്കിൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ സൈക്കിളിൽ യാത്രക്കാർക്കുള്ള വഴിയാണ് എന്നാണ്. ഇവിടെ സൈക്കിൾ പഠിപ്പിക്കുന്നു, ലൈസൻസ് എടുത്ത് കൊടുക്കുന്നു, സൈക്കിൾ എന്നൊന്നുമല്ല. എന്തൊരു കഷ്ടാണ്. ഇതെന്താണെന്ന് പറയൂ. ഷാഹിദ് പറയൂ, ഇതെന്താണെന്ന്. അത് പീപ്പി. വന്നാ ഇപ്പൊ നിങ്ങളതൊക്കെ ചെയ്യണത്? ഓളില്ല അവിടെ? ഓള് പോയില്ലേ? ഏണ്ട് ഓള് പഠിച്ചാൻ പോയില്ലേ? ഏണ്ട് പഠിച്ചാന്? ഇപ്പൊ നല്ല ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് കുട്ടിയില്ലേ? ആ, അപ്പൊ അവിടെ കൊണ്ടാക്കിക്കണു. എല്ലാത്തിനും തന്തനെ കൊണ്ട്. ആ, ഇജ്ജ് ഒരു പെങ്കോന്തനായല്ലോ. ഓള് പറയുന്നതിനൊക്കെ തുള്ളാന്. ഞാൻ എനിക്കുള്ള ഞാൻ പറഞ്ഞല്ലോ പോകണ്ടെന്നുള്ളത്. ഇജ്ജ് പിന്നെ പറഞ്ഞില്ലേ പൊയ്ക്കോളിന്ന്? അതുകൊണ്ടാണ്. അല്ല വെച്ചാ ഇജ്ജ് ഒരു വർത്താനം പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ നിൽക്കുവോള്. ഇജ്ജ് പറയുന്ന പോൽക്കൊന്നല്ല, ഇച്ചറിയാം നിൽക്കുന്നു. MBD അല്ല, അതൊന്നൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയാ പോരെ? അത് ഞാൻ നേറ്റു. ആണല്ലോ, ഞാനിപ്പോ കട്ട് ചെയ്യുന്നു. മെമ്പർ വന്നിട്ടുണ്ട്. മെമ്പർ അല്ല മമ്മൂട്ടിയാക്ക, നിങ്ങൾ ഞമ്മക്ക് ഒരു ലൈസൻസ് തരുമോ? പിന്നെന്താ? എനിക്ക് ഈ നാട്ടിൽ നടക്കാൻ പറ്റാം. കാർ ചിഹ്നത്ത് മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. കാർ ഡ്രൈവിംഗ് അറിയില്ല. എന്താ ചെയ്യണു? നിങ്ങൾക്കാണെങ്കിൽ എന്നെ ഒന്നും സഹായിക്കാനും പറ്റില്ല. ഇല്ല, കായ് മുഴുവൻ ഞങ്ങൾക്ക് തരാം. എന്നാലെങ്കിലും നിങ്ങൾ ലൈസൻസ് തരും. എനിക്ക് എന്റെ കോഴിന്റെ കാര്യം മെമ്പറെ, അത് ഞാൻ ഏറ്റ് എന്ന ലൈസൻസ് ഞാൻ ഏറ്റ്. നോക്കട്ടോ. ആ ശരി, നാളെ വാ. ശരി. ഹൗസിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ വാഹനങ്ങളുടെയും പ്രധാന ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള മനസ്സിലായില്ലേ? ഇതെല്ലാം അതൊന്നും ഊരിയെടുക്കല്ലേ കൊച്ചെ? ഇതല്ലേ ഓയിൽ നോക്കുന്നല്ലേ? ഓയിലിന്റെ അളവ് താനെന്താ പേടിക്കുന്നേ? ഓയിലിന്റെ അളവ് നോക്കുന്ന ഈ സാധനം വലിച്ചൂരിയെടുക്കാനുള്ളതൊന്നുമല്ല. വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് ബ്രേക്ക് എന്നുള്ളത്. ഇതാണ് വാഹനത്തിന്റെ ബ്രേക്ക്. കണ്ടു പഠിക്കണം കേട്ടോ വെച്ചേ. ഇത് നമ്മൾ ഇങ്ങനെ, ഇതിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ ഈ ബ്രേക്ക് ഓയിൽ ഇവിടെ അമരുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് അമരുമ്പോഴാണ് ചിരിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലല്ലോ പഠിക്കാനല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഈ പഞ്ചായത്തില് വരൂ. നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് നമ്പറൊന്നും അല്ല ഇവിടെ. ഇത് ഡ്രൈവിംഗ് സ്കൂളാണ്. കൃത്യസമയത്ത് വന്നോളണം. പഞ്ചായത്തിൽ പോകുമ്പോൾ പറ്റില്ല. മമ്മൂട്ടിയാക്ക, നിങ്ങളാ കോയി അത് ഞാൻ പാസ്സാക്കി തരാം. നിങ്ങളൊന്ന് സബൂറായി. ചമ്മക്കോയി അത് റെഡിയാക്കിണ്. ഇവിടെ നിൽക്കൂലെത്തി. ഞാൻ പഠിപ്പിക്കാം കേട്ടോ. ലൈസൻസ് ഒക്കെ പെട്ടെന്ന് വേണ്ടേ മെമ്പറെ? കോഴിയുടെ കാര്യം മെമ്പർ വന്നതല്ലേ? ഇനി നമുക്ക് ഗ്രൗണ്ടിലേക്ക് നീങ്ങാം. നടക്കും. എല്ലാവരും ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ വണ്ടി, മനസ്സിലായല്ലോ? ഇതിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതും ലൈസൻസ് എടുക്കാൻ പോകുന്നതും. ഓരോരുത്തരായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. മെമ്പർ മത്സരിച്ചത് കാറിലല്ലേ? ആ കാറല്ല ഈ കാറ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാറാ. ഇത് പഠിച്ചിട്ട് ഇനി നിങ്ങൾ ആരും പരിഹസിക്കരുത്. പ്രതിപക്ഷം, മനസ്സിലായോ? മെമ്പർ കേറ്.
മെമ്പർ റൈറ്റ് ചെയ്തിരി. ഏത് റൈറ്റിക്ക് റൈറ്റ് ഒന്നേ ഉള്ളു. റൈറ്റ് ഓ റൈറ്റ് അറിയില്ല. ഇങ്ങോട്ടോ മെമ്പർ എങ്ങോട്ടെങ്കിലും വിട്. ഇയാള് ആരും മെമ്പറാക്കി ഇങ്ങോട്ട് തിരിയണോ? ഈ മോനെ പഠിപ്പിച്ചു കുടുങ്ങിയല്ലേ. ലൈസൻസ് തരൂല. ഇപ്പൊ ഞാനാണോ പഠിക്കുന്നത്, നിങ്ങളാണോ പഠിക്കുന്നത് മെമ്പറെ? ഇയാളെയൊക്കെ കാറിൽ ജയിപ്പിച്ചവരെ വേണം പറയാൻ. വോട്ട് കുത്തിയ വണ്ടന്മാർ മെമ്പറാണ് പോലും. മെമ്പർ റസിയ വണ്ടിയിൽ കയറിക്കേ. അല്ല ഇതാ ലൈസൻസ് തരങ്ങളെ എവിടുക്കങ്ങളീ പായണേ? ലൈസൻസ് ആദ്യം വണ്ടി റൈറ്റും ലൈറ്റും പറയാത്ത നിന്നൊക്കെ ആരാ? എന്റെ കാറുണ്ടായിപ്പോയി. മെമ്പറാണോല്ലോ. അല്ല ഇക്കിളി എനിക്ക് കോഴി തരൂല. വേണ്ടേ കോഴി വേണ്ട എനിക്ക് കോഴി തരാം കേട്ടോ. കോഴിയതാ അല്ല ഇപ്പൊ ഞാൻ തന്നില്ലേ?